ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മള് കുറച്ച് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയും പഠിപ്പിച്ചതൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതില് ഒരു വീഡിയോ മിസ്സിംഗ് ഉണ്ട്. അതായത് നമ്മള് ചായ്ച്ച ജായ്ച്ച ഞാൻ പഠിച്ചില്ലേ? ചാ ച ജാ ഇജ ഞ. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് മിസ്സിംഗ് ആണ്. അത് അപ്ലോഡ് ചെയ്തപ്പോ എന്തോ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് മിസ്സിംഗ് ആയത്. അപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ഞായുടെ മുന്നുള്ളതാണ് ജ. ച ഇജ ജ ജ ഞ. ആ ജ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഒന്നുമില്ല, കണ്ടോ? ഇതാണ് ജ. അപ്പൊ മക്കള് സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്തിട്ട് ഇത് എഴുതണം കേട്ടോ. അതെങ്ങനെ എഴുതുന്നതെന്ന് കാണിക്കാം ഒന്നും കൂടെ. ഇത് കണ്ടോ, ആദ്യമേ നമ്മള് ഇങ്ങനെ എഴുതി, അത് കഴിഞ്ഞ് ഇതിന്റെ അകത്തോടെ നമ്മൾ പിന്നെ അതേപോലെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ. ഇതാണ് ജ. ഇതെന്താണ്? ജ. നോക്കിയേ, ജ. കൈ എടുക്കാതെ മക്കൾ എഴുതണം കേട്ടോ. അതായത് ഇത് താന്ന് പറയും കേട്ടോ. നമ്മൾ താ പഠിച്ചിട്ടില്ല. ഈ താ എഴുതുന്ന പോലെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. തായും തായും കൂടെ കൂടുമ്പോഴാണ് ജായാകുന്നത്. അപ്പോ നമ്മൾ ആദ്യമേ ഇങ്ങനെ താ എഴുതി, അത് കഴിഞ്ഞ് ഇങ്ങനെ വളച്ചു കൊണ്ടതും ഇങ്ങനൊരു ദായും കൂടി എഴുതണം. താ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി പഠിക്കാൻ വേണ്ടി പോവാ. ഈസി അല്ലേ മക്കളെ? നോക്കിയേ എങ്ങനെയാ, കണ്ടോ? ജ. ഇതാണ് ജ. അപ്പൊ എല്ലാവരും സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്തു എഴുതിക്കേ. എങ്ങനെ എഴുതുക? ഫസ്റ്റ് നോക്കിയേ, ആദ്യമേ നമ്മള് ഇങ്ങനെ എഴുതി, എന്നിട്ട് ഇതിനോട് ചേർന്നതാ ഇങ്ങനെ എഴുതി. ഇത്രേ ഉള്ളൂ. ഒന്നും കൂടെ എഴുതിക്കേ മക്കളെ. കണ്ടോ? ഇങ്ങനെ കൈ എടുക്കാതെ എഴുതണം കേട്ടോ. ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കണേ. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ച ച ജ ച ഞ. ഇത്രയും പഠിച്ചു. ഇത് മക്കൾ എഴുതി പഠിക്കണം കേട്ടോ. എല്ലാവരും ഒരു 10-15 പ്രാവശ്യം ഒക്കെ എഴുതി പഠിച്ചാൽ വേഗം എഴുതി പഠിക്കാൻ പറ്റും കേട്ടോ. നമ്മള് കാ പഠിച്ചല്ലേ? കാ ഖ ഗ ഘ ങ. ച ച ജ ജ ഞ. ഉറക്കെ പറയണേ. ച ച ജ ജ ഞ. മക്കൾ ഇരുന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.